വെൽക്കം ടു മൈ ചാനൽ ഈസി ഫിസിക്സ് ബൈ വിഷ്വലൈസേഷൻ. ഇന്ന് നമ്മൾ പറയുന്നത് സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. 1921 ഓട്ടോ സ്റ്റേണും അതുപോലെ തന്നെ ഗെർലാക്കും കൂടെ ഒരുമിച്ചാണ് സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻറ്റ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ച് അറിയാം. നമ്മൾ അറ്റോമിക് ഫിസിക്സിൽ പഠിക്കുന്നതാണ് ഇലക്ട്രോണിന് സ്പിന്നുണ്ട് അല്ലേ? ഒരു സ്പിൻ അപ്പ് ഉണ്ട്, സ്പിൻ ഡൗൺ ഉണ്ട്. നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്പിന്നിന് രണ്ട് ഓറിയൻറ്റേഷൻ ഉണ്ട് എന്നത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഇലക്ട്രോൺ സ്പിന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ തിയറിയിലെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് സയൻറ്റിഫിക് വേൾഡ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് സിൽവർ ആറ്റമായിരുന്നു ഇവർ എടുത്തിരുന്നത്. സിൽവർ ആറ്റം ഒരു ഓവൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ഹീറ്റ് ചെയ്ത് നല്ല ചൂടുള്ള നല്ല തെർമൽ എഫക്റ്റിലിരിക്കുന്ന ഒരു ഓവനിലാണ് സിൽവർ ആറ്റം വെച്ചിരുന്നത്. അപ്പോൾ സിൽവർ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ സ്പിന്നിങ് എഫക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഈ സിൽവർ ആറ്റംസ് എക്സ്പോസ്ഡ് ചെയ്യുന്നു. ഇതൊരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തേക്ക് കടക്കുന്നു. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ആദ്യം എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഈ യെല്ലോ കാണിച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റിൽ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ അവിടെ ഇവിടെയായിട്ട് എഫക്റ്റ് ഉണ്ടാകും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ കാണപ്പെട്ടത് അങ്ങനെയല്ല. അതായത് രണ്ട് ലൈൻസ് ആയിട്ടാണ് ആ എഫക്റ്റ് കണ്ടത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ രണ്ട് ലൈൻസായിട്ട് എഫക്റ്റ് കണ്ടത് എന്നുള്ളതിനാണ്. ഇവിടെ ഒരു സിൽവർ ആറ്റം ഇങ്ങനെ പോകുന്ന ഭാഗത്ത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ആ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എല്ലായിടത്തും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്നാണ് കരുതിയത്. കാരണം അവിടെ ഇവിടെയൊക്കെ റാൻഡം ഓറിയൻറ്റഡ് ആയിട്ട് കാണും എന്നായിരുന്നു കരുതിയത്. പക്ഷേ കണ്ടത് അങ്ങനെയല്ല. രണ്ട് സ്ഥലങ്ങളിലായിട്ട് അതിങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് അടുത്ത സ്ലൈഡിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂലം അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കാൽക്കുലേഷൻസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതാണ് ഒരു സിൽവർ ആറ്റമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വരുന്ന ഇലക്ട്രോണിന് ഒരു ഇലക്ട്രോൺ സ്പിന്നുണ്ട്. അതിൻ്റെ ഡയറക്ഷനാണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഈ യെല്ലോ ലൈനിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ? അത് ഡൗൺവേർഡിലാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. നോക്കിക്കേ, ഈ സിൽവർ ആറ്റം ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ടാക്കുന്നു. ചിലത് വരുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും അതിൻ്റെ സ്പിന്നിനെ ഓറിയൻറ്റ് ചെയ്യുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലുള്ളത് താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ രണ്ട് ഓറിയൻറ്റേഷൻ അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് നമുക്കറിയാം. XY Z ഡയറക്ഷൻ എന്ന് പറയുന്ന 3 ഡയറക്ഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് Z ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് Z ഡയറക്ഷനിലായിരിക്കുമ്പോഴത്തേക്ക് ഈ ഫോഴ്സിന് പോസിറ്റീവ് Z ഡയറക്ഷനും ആകാം, നെഗറ്റീവ് Z ഡയറക്ഷനും ആയിരിക്കാം അല്ലേ? അപ്പോൾ ഈ ഫോഴ്സ് എന്തൊക്കെയാലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും Z ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനിലോട്ട് പോവാം. അതായത് Z ഡയറക്ഷനിൽ അതാണ് ആക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നുണ്ട്. സ്പിന്നിങ് എഫക്റ്റ് മൂലം അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നുണ്ട്. അത് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് μ.B. നമുക്കറിയാം, നമ്മൾ അറ്റോമിക് ഫിസിക്സിൽ പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഇവിടെ Z ഡയറക്ഷനിൽ മാത്രമാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് μZB എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ നമ്മുടെ Z ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് -∂U/∂Z എന്ന് എടുക്കാം. ഓക്കെ,
ഇനി മ്യൂ ഇസഡിൻ്റെ വാല്യൂ നമ്മൾ അറ്റോമിക് ഫിസിക്സിൽ പഠിക്കുന്നതാണ് 1/2 g mu b എന്ന് പറയാം. 1/2 g mu b ആണ്. g എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ കേസിൽ g എന്ന് പറയുന്നത് എന്താണ് 2 ആണെന്ന് നമുക്ക് പറയാം. g എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? f z is equal to plus or minus ഉണ്ട് plus or minus mu b dou b z by dou z ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് വരെ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് തുടങ്ങുന്നു. പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇസഡ് മാത്രമായതുകൊണ്ടാണ് മ്യൂ ഇസഡ് ബി ആയത്. പിന്നെ നമുക്കറിയാം ഫോഴ്സ് ഇസിക്കൽ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്, അതവിടെ കൊടുത്തു. മ്യൂ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റോമിക് ഫിസിക്സിൽ നമുക്ക് പഠിക്കുന്നതാണ് 1/2 g mu b ആണ്. അപ്പോൾ ജി എന്ന് പറയുന്നത് ലാൻഡേജി ഫാക്ടർ, ജി ഇലക്ട്രോണിൻ്റെ കേസിൽ അത് 2 ആയതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെ അതിനനുസരിച്ച് ഇക്വേഷൻ മാറും. അപ്പോൾ നമുക്ക് എഫ് ഇസഡ് കണ്ടുപിടിക്കുകയാണ്. എഫ് ഇസഡ് എന്ന് വെച്ചാൽ ഡോ പ്ലസ് ഓർ മൈനസ് മ്യൂ ബി ഡോ ബി ഇസഡ് ബൈ ഡോ ഇസഡ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി ഇക്വേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയാം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എസ് ഈസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇനിഷ്യലായിട്ട് 0 ആണ്, വെലോസിറ്റി 0 ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് എ ടി സ്ക്വയർ എന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ഇസഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഇസഡ് ഈസ് ഇക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. എ എന്ന് പറയുന്നത് സ്മാൾ എ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. വി നോ ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. ടി എന്ന് പറയുന്നത് ടി ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് കൊടുക്കുക അല്ലേ. ടൈമിന് നമുക്ക് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇവിടുത്തെ കേസിൽ എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തേക്ക് കടക്കുന്ന ആ ഭാഗം തൊട്ട് എവിടെയാണോ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ഭാഗം വരെയുള്ളതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ. പിന്നെ ആ ഭാഗത്തൂടെയുള്ള ആ ഒരു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയെ വി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എയുടെയും ടിയുടെയും വാല്യൂ കിട്ടുന്നത്. അതെടുത്ത് ഇസഡിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? ഇസഡിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറുന്നു നോക്കാം. അതായത് ഇസഡിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/2 f/m L² v² ആണ് കിട്ടും. ഇനി നമ്മൾ അറിയേണ്ടത്, നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം ബി സ്ക്വയർ ആണ്. ഇതിനകത്ത് നിന്ന് എം ബി സ്ക്വയർ ഈക്വൽ ടു 2 കൈനറ്റിക് എനർജി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഇസഡ് ഈക്വൽ ടു 1/2 എഫ് L² ബൈ എം ബി സ്ക്വയർ എന്ന് പറയുന്ന ആ എം ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് എഴുതാം? 2 കൈനറ്റിക് എനർജി എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? ഇസഡ് ഈക്വൽ ടു എഫ് L² ബൈ 4ke എന്നായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് എഫിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഡിഫ്ലക്ഷൻ ഇസഡിൻ്റെ വാല്യൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Please like and subscribe to my channel.